തെരുവ് നായ ശല്യവും അതുമൂലമുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഏറ്റവും ഒടുവിലായി വന്ന വാർത്ത കണ്ണൂർ ചക്കരക്കല്ലിൽ 30ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു എന്നതാണ്. പനേരിച്ചാൽ, ആർവിമെട്ട, മാമ്പ എന്നീ പ്രദേശങ്ങളിലാണ് തെരുവ് നായ ആക്രമണം ഉണ്ടായത്. കുട്ടികൾക്ക്, സ്ത്രീകൾക്കും ഉൾപ്പെടെ 30ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റിട്ടുള്ള എല്ലാവരെയും കടിച്ചത് ഒരേ നായയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ നായ നിരവധി പേരെയാണ് കടിച്ചത്. പലർക്കും ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. കടിയേറ്റവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കടിയേറ്റ നിരവധി പേർ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ നേടിയിട്ടുണ്ട്. മദ്രസയിൽ പോയി വന്ന കുട്ടിക്കും സ്കൂൾ കുട്ടികൾക്കും വരെ ആക്രമണത്തിന് ഇരകളാവുകയായിരുന്നു. നായ മുന്നോട്ട് വന്നിട്ട് എൻ്റെ സൈക്കിളിൻ്റെ മേലെ പുറത്ത് കയറിയിട്ട് സൈക്കിൾ ഒന്നിട്ട് അപ്പാടെ എൻ്റെ നായ ഇവിടെ കടിച്ചു. അച്ഛൻ വന്നിട്ട് ആ നായനെ ഓടിച്ചിട്ട് സോപ്പിൻ്റെ കൈ ആശുപത്രി. കൂടാതെ വീട്ടിൽ കയറിയും നിരവധി പേരെ തെരുവ് നായ കടിച്ചിട്ടുണ്ട്. കാലിന്റെ തുടയിലും കൈയിലും മുഖത്തുമെല്ലാമാണ് നായയുടെ കടിയേറ്റിട്ടുള്ളത്. നായയെ പിടികൂടാനുള്ള സംഘം നടത്തിയ തിരച്ചിലിനൊടുവിൽ ആളുകളെ ആക്രമിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്നാണ് നാട്ടുകാരുടെ സംശയം. എന്നാൽ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ആക്രമണത്തിന് ഇരയായവർ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ, തൊഴിലുറപ്പ് പണിക്ക് പോയവർ എന്നിവരെല്ലാം ഗുരുതരമായ പരിക്കിന്റെ വിധേയമാകുകയായിരുന്നു. മറ്റൊരു ആശ്വാസകരമായ കാര്യം ഇവരെല്ലാം അപകടനില തരണം ചെയ്തു എന്നതാണ്. തെരുവ് നായ ശല്യത്തെ നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീടിന് പുറത്തേക്ക് ഇറങ്ങാനും സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളെ കുറിച്ച് ഓർത്തും യാതൊരു സമാധാനവുമില്ലെന്നാണ് അവർ പറയുന്നത്.